ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറാമത്തെ അറസ്റ്റ്, പ്രധാനപ്പെട്ട അറസ്റ്റ് ഇപ്പോൾ SIT രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എ പത്മകുമാർ, മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ, 2019 ദേവസ്വം ബോർഡ് അധ്യക്ഷൻ, മുതിർന്ന CPM നേതാവ്, മുൻ MLA ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും SITയുടെ കണ്ടെത്തലുകളിൽ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഈ കൊള്ള നടത്തി സാമ്പത്തിക നേട്ടം പത്മകുമാർ ഉണ്ടാക്കിയെന്നുള്ള കണ്ടെത്തലുണ്ട്. ആ സാമ്പത്തിക നേട്ടം, വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതായിട്ടുള്ള കണ്ടെത്തലാണ് ഉള്ളത്. അങ്ങനെ ഒരു കണ്ടെത്തൽ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഇനി പത്മകുമാറിന്റെ സാമ്പത്തിക സ്രോതസ് ഉൾപ്പെടെ ഈ അന്വേഷണ പരിധിയിലേക്ക് വരുമോ? അക്ഷയ, ഇതിൽ ഈ അറസ്റ്റിന് മുൻപ് അല്ലെങ്കിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടപടികളിലേക്ക് എത്തുന്നതിന് മുൻപ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ SIT പത്മകുമാറുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന കണ്ടെത്തലുകൾ, ആ കണ്ടെത്തലുകൾ മാതൃഭൂമി ന്യൂസ് നേരത്തെ നൽകിയതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വർണ്ണക്കൊള്ള നടന്നതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് വലിയ സാമ്പത്തിക നേട്ടം പത്മകുമാർ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് SIT ഈ സാമ്പത്തിക സ്രോതസ്സുകൾ അടക്കമുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് നടത്തിയ ഭൂമി ഇടപാടടക്കം, തിരുവനന്തപുരത്തെ ഭൂമി ഇടപാടടക്കമുള്ള കാര്യങ്ങൾ SITയുടെ അന്വേഷണ പരിധിയിലേക്ക് വന്നിട്ടുണ്ട്. അതിന് ഒപ്പം തന്നെ ഏറ്റവും ഗൗരവമായ മറ്റൊരു കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഗൂഢാലോചന നടത്തിയെങ്കിൽ മാത്രമേ ഈ ഒരു കുറ്റകൃത്യം സംഭവ്യമാകുകയുള്ളൂ. അപ്പോൾ ആ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായുള്ള ഗൂഢാലോചന നടന്നിരിക്കുന്നതിൽ ഒരു ഭാഗം പത്മകുമാറിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ്. അവിടേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിരിക്കുന്നു. അവിടെ പലതവണ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ വീട്ടിൽ എത്തിയതിൻ്റെ തെളിവുകളും സാക്ഷിമൊഴികളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നു എന്നുള്ള കണ്ടെത്തൽ കൂടി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണ്ണക്കൊള്ള മുഖ്യ ആസൂത്രണ സ്ഥാനം പത്മകുമാറിനാണ് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. പിന്നീട് നമ്മൾ നിരന്തരം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ നൽകിയിരുന്നു. മാതൃഭൂമി ന്യൂസ് ഒരു ഘട്ടത്തിൽ പത്മകുമാറിന് ഉറപ്പായും അറസ്റ്റിലാകും എന്നുള്ള വാർത്തയും നേരത്തെ നൽകിയിരുന്നു. പക്ഷേ ആ അറസ്റ്റ് വൈകുകയാണ് ഉണ്ടായത്. അതിന് സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ അന്വേഷണ സംഘം നൽകുന്ന ഒരു അനൗദ്യോഗികമായ മറുപടി എന്ന് പറയുന്നത്, ആ അന്വേഷണം പെട്ടെന്നൊരു അറസ്റ്റിലേക്ക് പോയാൽ അത് തെളിവുകളുടെ അഭാവത്തിൽ ാണെങ്കിൽ അത് തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് അതിനൊപ്പം തന്നെ പത്മകുമാറിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഈ ദിവസങ്ങളിൽ അത്രയും എന്നാണ് അവരുമായി അനൗദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഈ ദിവസം അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ 7 മണിക്ക് പത്മകുമാറിൻ്റെ മുഖ്യ കണ്ണിയായി കണ്ടെത്തിയിരിക്കുന്നു, അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ള വാർത്ത മാതൃഭൂമി ന്യൂസ് നൽകിയത്. ആ വാർത്ത വന്ന ഏതാണ്ട് മിനിറ്റുകൾക്കകം പത്മകുമാർ ആറന്മുളയിലെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു. ആ യാത്ര നേരെ തിരുവനന്തപുരത്തേക്കായിരുന്നു. അദ്ദേഹം നേരെ വന്ന് കയറിയത് പോലീസ് ആസ്ഥാനത്തേക്കായിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിയെ അദ്ദേഹം കണ്ടു. അവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശം നേരെ SITയുടെ ഓഫീസിലേക്ക് പോകാനായിരുന്നു. അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷിനെ കാണാനായിരുന്നു. H വെങ്കടേഷിന്റെ ഓഫീസിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നു. അവിടെ അദ്ദേഹം ഒരു റിക്വസ്റ്റ് കൂടി മുന്നോട്ട് വെക്കുന്നു. എന്നെ ചോദ്യം ചെയ്യുന്നെങ്കിൽ, അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് ഇവിടെ വെച്ചാകണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ്. ആ റിക്വസ്റ്റ് അംഗീകരിക്കപ്പെടുന്നു. 2 SP-മാരടക്കമുള്ള ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് ഈഞ്ചക്കൽ SIT ഓഫീസിൽ നിന്ന് പോകുന്നു. അതിനു പിന്നാലെ പത്മകുമാറിനെ പൂട്ടാനുള്ള പ്രധാന തെളിവുകളായ മിനിറ്റ്സ് ബുക്കുകൾ മറ്റൊരു ഉദ്യോഗസ്ഥൻ കാറിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ ദൃശ്യങ്ങളൊക്കെ മാതൃഭൂമി ന്യൂസ് നേരത്തെ പ്രേക്ഷകരെ കാണിച്ചതാണ്. അപ്പോൾ ഇന്ന് നടന്ന ഡ്രാമ ഇതാണ്. ഈ ഡ്രാമയുടെ ഒടുവിലാണ് ഇന്ന് ഇപ്പോൾ ഏതാണ്ട് 2 മണി കഴിഞ്ഞപ്പോൾ 2:30-നും 2:45-നും ഒക്കെ ഇടയ്ക്കായിട്ട് പത്മകുമാറിന്റെ അറസ്റ്റ് എന്നുള്ള നടപടിയിലേക്ക് SIT എത്തിയത്. അതുവരെ ചോദ്യം ചെയ്യലായിരുന്നു. ആ ചോദ്യം ചെയ്യൽ നടക്കുമ്പോഴാണ്, അതിനിടയിലാണ് N വാസുവിനെ ഇന്ന് കസ്റ്റഡിയിൽ ലഭിച്ചത്. വൈകിട്ട് 4 മണി വരെ, അല്പസമയത്തിനകം ഇപ്പോൾ കോടതിയിൽ N വാസുവിനെ ഹാജരാക്കിയിട്ടുണ്ടാകും. ആ 4 മണി വരെയുള്ള സമയപരിധിയിൽ N വാസുവിനെ മറ്റൊരു കേന്ദ്രത്തിലും ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. N വാസുവിന്റെ മൊഴി പത്മകുമാറിന് കുരുക്കായിരുന്ന മൊഴിയാണ്. അപ്പോൾ എന്തെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പുതിയ കള്ളവുമായി പത്മകുമാർ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പൊളിക്കാൻ കയ്യിൽ കസ്റ്റഡിയിൽ വാസു ഉള്ളത് അന്വേഷണ സംഘത്തിന് ഗുണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വാസുവിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിക്കുകയും വൈകുന്നേരം തിരിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുകയും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി പത്മകുമാറിൽ നിന്ന് എന്താണ് അന്വേഷണ സംഘത്തിന് അറിയാനുള്ളത് എന്ന് വെച്ചാൽ, അത് പ്രധാനമായും മുകളിൽ ആരെങ്കിലും ഉണ്ടോ, മോഷ്ടിച്ചെടുത്ത സ്വർണം ഇത്രയും വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കത്തക്ക രീതിയിൽ എന്ത് ബിസിനസ്സാണ് ചെയ്തത്, എന്ത് കച്ചവടമാണ് ചെയ്തത്, അതിനൊക്കെയുള്ള മറുപടികൾ പത്മകുമാർ ഇനി നൽകേണ്ടി വരും. അതിനപ്പുറം പത്മകുമാർ അറസ്റ്റിലായതോടുകൂടി രാഷ്ട്രീയമായ ഒരുപാട് മറുപടികൾ CPM-ഉം സംസ്ഥാന സർക്കാരും പറയേണ്ടി വരും. അതിൽ കടകംപള്ളി സുരേന്ദ്രനും ഒപ്പം തന്നെ N വാസവനും മറുപടി പറയേണ്ടി വരും. അത് ഇലക്ഷൻ കാലം കൂടി ആയതുകൊണ്ട് വലിയ പരിക്കാണ് CPM-നെ ഏൽപ്പിക്കാൻ പോകുന്നത്. 6 മുഖങ്ങൾ സ്ക്രീനിൽ കാണാം. ഈ 6 പേരാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്.
ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, KS ബൈജു, സുധീഷ് കുമാർ, N വാസു, ഒടുവിൽ A പത്മകുമാർ. 2019 ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന CPM മുതിർന്ന നേതാവായിട്ടുള്ള A പത്മകുമാർ കൂടി ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായിരിക്കുന്നു. പത്മകുമാറിനെ ഉടൻ തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിക്കും. ഒരുപക്ഷെ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. നിലവിലിപ്പോൾ പാർട്ടി പൂർണ്ണമായും പത്മകുമാറിനെ തള്ളുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പാർട്ടി പുറത്താക്കണം പത്മകുമാറിനെ എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ നിലവിൽ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും നിലവിൽ പാതി മാത്രമേ വെന്തിട്ടുള്ളൂ, പൂർണ്ണമായി വേവട്ടെ എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഈ വിഷയത്തിലെ പ്രതികരണം.